ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. നിങ്ങൾ ഈ കാണുന്ന സ്ഥലം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ കൽക്കരി ഖനനം ചെയ്യുന്ന ഒരു സ്ഥലം. ഭാരതത്തിൻ്റെ ഏറ്റവും കൂടുതൽ കൽക്കരി ഇവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഇവിടെ ഈ കാണുന്ന തീ ഉണ്ടല്ലോ, അതൊരിക്കലും അണയില്ല എന്നതാണ്. കാരണം ഒരുപാട് വർഷങ്ങളായി തന്നെ ഇത് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഭാരതത്തിൽ അടുത്ത 700 വർഷത്തിനെടുക്കാനുള്ള കൽക്കരി ഇവിടെ തന്നെ ഖനനം ചെയ്യാറുണ്ട്. പിന്നെയുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ജോലി ഒന്നുമില്ല. അവർ ജീവിക്കുന്നത് ഇവിടുത്തെ കൽക്കരി കട്ടെടുത്തിട്ട് വിറ്റിട്ടുമാണ്. ഉപജീവന മാർഗത്തിനായി അവർ പലതും ത്യാഗം ചെയ്യാറുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഡൽഹിയിലേക്കാളും ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ കാണുന്ന കൽക്കരി ഉണ്ടല്ലോ, അത് ഓരോ കള്ളന്മാർ ചാക്കിലാക്കി വെച്ചതാണ്. പിന്നെ ഇതിനെല്ലാം അവർ റിക്കവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ JCB വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഈ കൽക്കരിയെല്ലാം കക്കാൻ തന്നെ കാരണം എന്തെന്ന് വെച്ചാൽ, അതിന് കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങൾക്കായിട്ട് ഒന്നും തന്നെ ചെയ്യാറില്ല. ജോലികൾ പോലും കൊടുക്കാറില്ല. അന്നന്നാൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉപജീവനം നടത്താനായിട്ട് ആണ് ഇവിടുത്തെ ഈ കൽക്കരികളെല്ലാം കക്കുന്നത്. ഒരുപക്ഷെ ഈ സ്ഥലവും ഇവിടുത്തെ ആളുകളുടെ ജീവിതവും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകണം എന്നില്ല. കാരണം എന്തെന്നാൽ, നമ്മളൊന്നും ഇതൊന്നും അനുഭവിക്കാത്തത് കൊണ്ടാണ്. അവരുടെ വേദനകളും യാതനകളും ഇവിടുത്തെ ഗവൺമെൻറ് നോക്കാറെ തന്നെയില്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലമാണ് കൽക്കരിയെല്ലാം ഡംപ് ചെയ്യുന്നൊരു സ്ഥലം. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കമ്പനി വർക്ക് ചെയ്യുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ ഗവൺമെൻറ് എംപ്ലോയിക്കും 3.5 ലക്ഷത്തോളം ശമ്പളം കൊടുക്കുന്നുണ്ട്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയികൾക്ക് മാരകമായ അസുഖങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ്. ഇതാണ് കൽക്കരി കൊണ്ടുപോകുന്ന സ്ഥലം. ഈ റൂട്ടിലൂടെയാണ് ദിവസവും കൽക്കരി കൊണ്ടുപോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടുക. താങ്ക് യു ഗൈസ്.